നമസ്കാരം. ഇറാൻ കേന്ദ്രീകരിച്ച് പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും ആഗോള ഭൗമരാഷ്ട്രീയവും സാധാരണക്കാരായ പ്രവാസികളുടെ ജീവിതത്തെ എത്രത്തോളം ദുസ്സഹമായി ബാധിക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് UAE-യിൽ നിന്ന് സമീപകാലത്തായി പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത്. വർഷങ്ങളായി UAE-യിൽ താമസിച്ച് ബിസിനസ്സും വിവിധ ജോലികളും ചെയ്തു വന്ന ആയിരക്കണക്കിന് പാകിസ്ഥാനികളെയാണ് യാതൊരുവിധ മുൻകൂട്ടി അറിയിപ്പുകളോ വിശദീകരണങ്ങളോ നൽകാതെ UAE ഭരണകൂടം കൂട്ടത്തോടെ നാട്ടിലേക്ക് നാടുകടത്തുന്നത്. കാലങ്ങളായി തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളും ബാങ്ക് അക്കൗണ്ടിലെ പണവും വസ്ത്രങ്ങളും ഉൾപ്പെടെയുള്ള വ്യക്തിഗത സാധനങ്ങളും പോലും എടുക്കാൻ അനുവദിക്കാതെ പാക്കികളെ വിമാനങ്ങളിൽ കയറ്റി അയക്കുകയാണ്. ഇത്തരത്തിൽ 30,000 പാകിസ്ഥാനികളാണ് നാടുകടത്തപ്പെട്ടത്. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഗൾഫ് മേഖലയിൽ കനത്ത നയതന്ത്ര സമ്മർദ്ദങ്ങൾ രൂപപ്പെട്ടതും UAE-യിൽ ഷിയ വംശജർക്കെതിരെയുള്ള നടപടികൾ ശക്തമായതും. ഈ യുദ്ധ പശ്ചാത്തലത്തിലാണ് UAE-യിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്ന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതോടെ സുരക്ഷാ മുൻകരുതലുകളുടെയും രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെയും പേരിൽ ഷിയ മുസ്ലിം ജനവിഭാഗങ്ങളെ സംശയനിലയിൽ നിർത്തുന്ന സമീപനമാണ് UAE അധികൃതർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ നേരിട്ടുള്ള ഇരകളാകേണ്ടി വന്നത് പാകിസ്ഥാനികളാണ്. പാകിസ്ഥാനിലെ ചക്വാൽ, ഖുറം തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് മാത്രം നൂറുകണക്കിന് ആളുകളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് വെറും കൈയോടെ മടങ്ങിയെത്തുന്നത്. പാകിസ്ഥാനി ഷിയ രാഷ്ട്രീയ സംഘടനയായ മജ്ലിസ് വഹ്ദത്ത് ഇ മുസ്ലിമീൻ ശേഖരിച്ച ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 10,000-നടുത്ത് ഷിയ വിശ്വാസികളായ പാകിസ്ഥാനികളെ ഇതിനകം തന്നെ UAE-യിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ നാടുകടത്തൽ നിരക്ക് ഇതിലും എത്രയോ മുകളിലാണെന്ന് പ്രാദേശിക നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. വിസ മാറ്റുന്നതിനായി ഇമിഗ്രേഷൻ ഓഫീസുകളെ സമീപിച്ച പ്രൊഫഷണലുകളെയും IT വിദഗ്ധരെയും മെട്രോ ജീവനക്കാരെയും നിർമ്മാണ തൊഴിലാളികളെയും വരെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് നാടുകടത്തിയിട്ടുണ്ട്. തങ്ങളെ എന്തിനാണ് തടങ്കലിൽ വച്ചിരിക്കുന്നതോ എന്നോ എന്തിനാണ് നാടുകടത്തുന്നതോ എന്നോ വ്യക്തമാക്കാൻ പോലും സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ലെന്ന് പാകിസ്ഥാനികൾ പറയുന്നു. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് ഇറാന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനികൾക്കെതിരെ ഉണ്ടാകുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് UAE-യിൽ നടക്കുന്ന ഈ നാടുകടത്തലുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതീവ ആശങ്കാജനകമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ ഷിയ വംശജർക്കെതിരെ ഇത്തരം വിവേചനങ്ങളും അന്യായമായ തടങ്കലിൽ വെക്കലുകളും നടക്കുന്നുണ്ടെന്നും ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യത്തിൽ അത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ വിലയിരുത്തുന്നു. 9-10 ദിവസം ഇരുണ്ട തലവറകളിൽ പാർപ്പിച്ച ശേഷമാണ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്ത് കൈവിലങ്ങ് അണിയിച്ച് വിമാനത്താവളങ്ങളിൽ എത്തിച്ച് പാകിസ്ഥാനികളെ നാടുകടത്തുന്നത്. 20-30 വർഷം ജോലി ചെയ്തുണ്ടാക്കിയ ബിസിനസ്സുകളും വാഹനങ്ങളും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായ പാകിസ്ഥാനികൾ തങ്ങളുടെ ജീവിതം വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ്. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ ഭരണകൂടം പുലർത്തുന്ന ദുരൂഹമായ നയതന്ത്ര മൗനവും വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. തങ്ങളുടെ പൗരന്മാർ അതിക്രമത്തിന് ഇരയായിട്ടും UAE-യുമായുള്ള നയതന്ത്ര ബന്ധങ്ങളെ ബാധിക്കുമെന്ന ഭയത്താൽ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം ഈ കൂട്ടപ്പുറത്താക്കലുകളെ സാധാരണ നടപടിക്രമങ്ങൾ മാത്രമായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ആയിരക്കണക്കിന് ഷിയ വംശജർ ദുരിതത്തിലായ സാഹചര്യങ്ങളെക്കുറിച്ച് ആഭ്യന്തരമായി അവലോകനം നടത്തുന്നുണ്ടെന്ന് ചില ഉയർന്ന ഉദ്യോഗസ്ഥർ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. UAE-യിൽ നിലവിൽ ജോലി ചെയ്യുന്ന 18 ലക്ഷത്തോളം വരുന്ന പാകിസ്ഥാനികളിൽ നിന്ന് വർഷം തോറും ലഭിക്കുന്ന $6 ബില്യൺ വരുന്ന വിദേശ പണമാണ് പാകിസ്ഥാൻ്റെ തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ താങ്ങി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ UAE-യെ പിണക്കാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്ന നയതന്ത്ര പ്രതിസന്ധിയാണ് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് ഇസ്ലാമാബാദിനെ പിന്നോട്ട് വലിക്കുന്നത്. ലോകത്തിൽ ഇറാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷിയ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. കടുത്ത സുന്നി ഭരണമുള്ള UAE ഉൾപ്പെടെ ഉള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വിഭാഗീയ ചിന്തകളും പ്രാദേശിക യുദ്ധങ്ങളും കാരണം പാകിസ്ഥാനികൾ ക്രൂശിക്കപ്പെടുകയാണ് എന്ന ആരോപണവുമുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളുടെയും ഭൗമരാഷ്ട്രീയ നീക്കങ്ങളുടെയും പശ്ചാത്തലത്തിൽ UAE കൈക്കൊള്ളുന്ന പാകിസ്ഥാനി ഷിയ പ്രവാസികളുടെ കൂട്ടനാടുകടത്തൽ നടപടി നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വലിയ പ്രഹരമാണ് ഏൽപ്പിക്കുന്നത്. പണപ്പെരുപ്പം ആകാശം മുട്ടെ ഉയർന്നതും വിദേശ നാണ്യ ശേഖരത്തിൻ്റെ അഭാവം മൂലം രാജ്യം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നതുമായ ഈ സുപ്രധാന ഘട്ടത്തിലാണ് വിദേശത്തു നിന്നുള്ള വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത്. പാകിസ്ഥാൻ നേരിടുന്ന ആഭ്യന്തര സാമ്പത്തിക തകർച്ചയുടെ ആഴം വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യം കൂടുതൽ ഒറ്റപ്പെടുന്നതിനും UAE-യുടെ ഈ അപ്രതീക്ഷിത സുരക്ഷാ രാഷ്ട്രീയ നയം കാരണമാകുന്നുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും വിദേശത്തുള്ള തങ്ങളുടെ പൗരന്മാർ അയക്കുന്ന പണത്തെ ആശ്രയിച്ച് നിലനിൽക്കുമ്പോൾ ആ വരുമാന സ്രോതസ്സിൽ ഉണ്ടാകുന്ന നേരിയ വ്യതിയാനം പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിമാറും. പാകിസ്ഥാൻ്റെ കാര്യത്തിൽ UAE എന്നത് അവരുടെ രണ്ടാമത്തെ വലിയ വിദേശ വരുമാന സ്രോതസ്സാണ്. ഏകദേശം 18 ലക്ഷത്തിലധികം പാകിസ്ഥാനികളാണ് UAE-യുടെ വിവിധ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നത്. വർഷം തോറും $6 ബില്യൺ വിദേശ പണമാണ് ഇവർ വഴി പാകിസ്ഥാൻ്റെ ബാങ്കിംഗ് ചാനലുകളിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഭീമമായ തുകയാണ് പാകിസ്ഥാൻ്റെ പ്രതിദിന ഇറക്കുമതി ചെലവുകൾക്കും
വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കുന്നതിനുള്ള പ്രധാന ഇന്ധനമായി വർത്തിക്കുന്നത്. യിൽ നിന്ന് ആയിരക്കണക്കിന് പ്രൊഫഷണലുകളും തൊഴിലാളികളും കൂട്ടത്തോടെ പുറത്താക്കപ്പെടുമ്പോൾ ഈ വിദേശ നാണയ ഒഴുക്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഇടിവ് പാകിസ്ഥാൻ്റെ രൂപയുടെ മൂല്യം വീണ്ടും കുത്തനെ ഇടിയുന്നതിലേക്ക് നയിക്കും. അന്താരാഷ്ട്ര നാണയനിധിയുടെ കർശനമായ ഉപാധികളോടെയുള്ള വായ്പകൾ കൊണ്ട് മാത്രം താൽക്കാലികമായി ശ്വാസമെടുക്കുന്ന പാകിസ്ഥാന് സ്വന്തം പൗരന്മാരുടെ സമ്പാദ്യം മരവിപ്പിക്കപ്പെടുന്നതും ബിസിനസ്സുകൾ തകരുന്നതും ഇരട്ടി ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. യിൽ നിന്ന് നാടുകടത്തപ്പെട്ട പലരും തങ്ങൾ ദീർഘകാലമായി കഠിനാധ്വാനം ചെയ്ത് ബാങ്കുകളിൽ നിക്ഷേപിച്ച തുകയോ മറ്റ് ആസ്തികളോ പിൻവലിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് അടിയന്തരമായി പുറത്താക്കപ്പെട്ടത്. ഇത് പാകിസ്ഥാനിലേക്ക് വരാനിരുന്ന വലിയൊരു മൂലധനത്തിൻ്റെ സമ്പൂർണ്ണ നഷ്ടമാണ്. വിദേശ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ട ഈ കോടിക്കണക്കിന് രൂപ പാകിസ്ഥാൻ വിപണിയിലേക്ക് എത്താത്തത് രാജ്യത്തെ ബാങ്കിംഗ് മേഖലയിലെ ദ്രവ്യതയും വിദേശ നാണ്യക്കടത്തൽ ശേഖരത്തെയും നേരിട്ട് ബാധിക്കുകയും അന്താരാഷ്ട്ര തലത്തിലുള്ള പാകിസ്ഥാൻ്റെ സാമ്പത്തിക വിശ്വസ്തതയെ കൂടുതൽ തകർക്കുകയും ചെയ്യും. നാടുകടത്തപ്പെട്ട് വെറും കൈയോടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പതിനായിരക്കണക്കിന് ആളുകൾ പാകിസ്ഥാൻ്റെ ആഭ്യന്തര തൊഴിൽ വിപണിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന തൊഴിലില്ലായ്മ പ്രതിസന്ധിയും അതീവ രൂക്ഷമായിരിക്കും. നിലവിൽ തന്നെ യുവാക്കൾക്ക് തൊഴിൽ നൽകാൻ കഴിയാതെ വിഷമിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തിന് മുന്നിലേക്ക് വിദേശത്ത് വൻതോതിൽ ശമ്പളം വാങ്ങി കുടുംബങ്ങൾ പുലർത്തിയിരുന്ന വലിയൊരു ജനവിഭാഗം പെട്ടെന്ന് തൊഴിൽരഹിതരായി വന്നു വീഴുകയാണ്. ഈ പ്രവാസികളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന അവരുടെ കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഇതിലൂടെ ഇല്ലാതാക്കുന്നത്. ഇത് രാജ്യത്തെ ആഭ്യന്തര വിപണിയിലെ ഉപഭോഗം കുറയ്ക്കുന്നതിനും ചെറുകിട കച്ചവടങ്ങളുടെ തകർച്ചയ്ക്കും കാരണമാകും. കൂടാതെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വീഴുന്ന ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന നിരാശ രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമൂഹിക അസ്വസ്ഥതകൾക്കും ക്രമസമാധാന പ്രശ്നങ്ങൾക്കും വഴിമാറാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഭൗമരാഷ്ട്രീയമായി നോക്കുമ്പോൾ പാകിസ്ഥാന് തങ്ങളുടെ സാമ്പത്തിക രക്ഷകരായിരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നിൽ പൗരന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായൊരു നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ നീക്കം സമ്മാനിക്കുന്നത്. സൗദി അറേബ്യയും യും നൽകുന്ന വലിയ സാമ്പത്തിക പാക്കേജുകളും കടം പുനഃക്രമീകരണ സഹായങ്ങളും ഇല്ലെങ്കിൽ പാകിസ്ഥാൻ പൂർണ്ണമായി പാപ്പരായി പ്രഖ്യാപിക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെ സ്വന്തം പൗരന്മാർ വിവേചനപരമായി പുറത്താക്കപ്പെടുമ്പോഴും ഭരണകൂടത്തെ പരസ്യമായി കുറ്റപ്പെടുത്താനോ നയതന്ത്ര സമ്മർദ്ദം ചെലുത്താനോ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് സാധിക്കുന്നില്ല. തങ്ങളുടെ സാമ്പത്തിക പരാജയം കാരണം അന്താരാഷ്ട്ര വേദികളിൽ പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങൾ പോലും പണയം വെക്കേണ്ടി വരുന്ന ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ദയനീയമായ അവസ്ഥയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ നിഴലിൽ നടത്തുന്ന ഈ കൂട്ട നാടുകടത്തൽ കേവലം ഒരു നയതന്ത്ര പ്രശ്നം മാത്രമല്ല, മറിച്ച് പാകിസ്ഥാൻ്റെ സാമ്പത്തിക തകർച്ചയുടെ വേഗത കൂട്ടുന്ന ഒരു പ്രധാന ഘടകമാണ്. വിദേശ നാണയ വരുമാനത്തിലെ കനത്ത ഇടിവ്, ആഭ്യന്തര വിപണിയിലെ സാമ്പത്തിക സ്തംഭനാവസ്ഥ, പെട്ടെന്നുണ്ടാകുന്ന വലിയ തൊഴിലില്ലായ്മ എന്നിവ പാകിസ്ഥാനെ IMFൻ്റെ കൂടുതൽ കടുത്ത നിബന്ധനകളിലേക്ക് തള്ളിവിടാൻ ഇടയാക്കും. പ്രവാസി പണത്തിൻ്റെ സുരക്ഷിത കവചം നഷ്ടമാകുന്നതോടെ വരും നാളുകളിൽ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഭരണകൂടങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സമാനതകളില്ലാത്ത ആഭ്യന്തര സാമ്പത്തിക തകർച്ചയായിരിക്കുമെന്നത് വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.